യു എയിലെ മണി പോലെ മലയാളം പറയുന്ന പല രാജ്യക്കാരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. എന്തിന് എമറാത്തികളെ വരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇത് ആഫ്രിക്കൻ രാജ്യത്ത് നിന്നും മലയാളം പറയുന്ന ഒരു തൃശ്ശൂർക്കാരൻ, ഹസൻ അംബുജി അല്ലേ? യെസ്. എങ്ങനെയാണ് ഈ തൃശ്ശൂർ കണക്ഷൻ? തൃശ്ശൂർ കണക്ഷൻ ഉപ്പ ഇവിടെ ദുബായിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഉപ്പയുടെ കൂട്ടുകാരൻ മലയാളമായിരുന്നു. ഉപ്പക്ക് ആഗ്രഹം ഉണ്ടായി, എല്ലാവരും നമ്മൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഉപ്പയുടെ കൂട്ടുകാരൻ പറഞ്ഞു ഒന്ന് പോയി ഇന്ത്യ പോയി നോക്ക്, ഇന്ത്യയിൽ കേരള നല്ല പഠിത്തത്തിൽ അടിപൊളിയാണ്, പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ പോയി നോക്കി, അങ്ങനെ നമ്മൾ അവിടെ എത്തിപ്പെട്ട തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർ ജനിച്ച് വളർന്ന ആളാണോ? അല്ല, പഠിച്ചു വളർന്ന ആളാണ്. എത്രാം ക്ലാസ്? 2ാം ക്ലാസ് തൊട്ട് +2 വരെ തൃശ്ശൂരായിരുന്നു. എവിടെ പഠിച്ചത്? തൃശ്ശൂർ അല്ലസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് മണക്കോടി എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. ആഹാ, ഓക്കെ. അപ്പം മണി പോലെ നല്ല തൃശ്ശൂർ മലയാളം പറയും. പിന്നെ അല്ല, അടിപൊളിയായിട്ട് പറയും. അതൊരു കോളേജിൽ ഞാൻ നാട്ടിൽ പഠിച്ചത്. എവിടെ? എറണാകുളത്ത്. എറണാകുളത്ത് ബിടെക് ഞാൻ കാക്കനാട് രാജഗിരിയിൽ നിന്ന് പഠിക്കുന്ന കോളേജിൽ അവിടെ പഠിച്ചത്. 4 ബിടെക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദുബായിലെത്തി. ഇപ്പോൾ ദുബൈയിലെത്തിയപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദുബൈയിൽ നിറയെ മലയാളികളുള്ള സ്ഥലമാണല്ലോ. പിന്നെ എവിടെ പോയാലും മലയാളി, ദുബായ് മാത്രമല്ലല്ലോ. അപ്പോൾ ലോകത്ത് എവിടെ പോയാലും മലയാളികൾ, എവിടെ പോയാലും മലയാളികളാണ്. സൊമാലിയിൽ പോയാലും അവിടെ മലയാളി ഉണ്ടാവും. അതാണ് കേരളത്തിൻ്റെ ഒരു. അപ്പോൾ വീട്ടിൽ എത്ര മലയാളികളുണ്ട്? വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും മലയാളം അറിയാം. ഉപ്പയും ഉമ്മച്ചിക്ക് അറിയില്ല, ബാക്കി എല്ലാവർക്കും അറിയാം. ബാക്കി എല്ലാവരും ഞങ്ങൾ അവിടെ പഠിച്ചത്, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. ഒരു 2 സോമാലിയൻ ഡയലോഗ് പറയാൻ പറ്റുമോ? أنا حسن لها حسن واي أنا صومالي برشتي ملالي ميهي كيرلا مقبرتي له لكن أنا صومالي هاي. ഇത് സോമാലിയക്കാർ കേട്ടാൽ ഇത് ഇല്ല, സോമാലിയക്കാരാണ്. ഞാൻ പറഞ്ഞതാ.